സ്റ്റോറി കണ്ട് സിദ്ധരാമയ്യയെ പച്ചത്തെറി വിളിച്ചു. കേൾക്കാൻ പറ്റാത്ത തെറി ആയതുകൊണ്ട് അത് മ്യൂട്ടാക്കിയിരിക്കുകയാണ്. ಹೇಳ್ಬಾರ್ದು ಹೊರಡು ಆದ್ರೂ ಹೇಳ್ತೀನಿ. ಸಿದ್ದರಾಮಯ್ಯ ತೋರ್ಸ್ರಿ, ಹಿಂದುತ್ವ ಬೇಡ ಅಂತಾನಲ್ಲ ಅಂತವ್ನು ತೋರ್ಸ್ರಿ. ಕಾಂಗ್ರೆಸ್ ವರ್ಗೊಂದು ಸಹಾಯ ಗಂಟೆ ಓಟ್ ಹಾಕಲ್ಲ, ಯಾರು ಹಾಕ್ಬೇಡ್ರಿ. ಬಜರಂಗ್ ದಳ ಬ್ಯಾನ್ ಮಾಡ್ತಾಳಂತೆ, ಕಚಡ ನನ್ ಮಕ್ಳು. ಜೈ ಬಜರಂಗ್. ನಮಸ್ಕಾರ. ಮಾನ್ಯ ಸಿದ್ದರಾಮಯ್ಯನವರಾದಂಥ ಧೀಮಂತ ನಾಯಕರಾದಂಥ ಸಿದ್ದರಾಮಯ್ಯವ್ರಿಗೆ ನಾನು ಬೇಕಂತ ಮಾತಾಡಿಲ್ಲ, ದಯಮಾಡಿ ಕ್ಷಮಿಸಿ, ಬಾಯಿ ತಪ್ಪಿ ಹೇಳ್ಬಿಟ್ಟಿದ್ದೀನಿ. ಅವರು ತುಂಬ ಒಳ್ಳೆ ಕಾರ್ಯಗಳು ಕೆಲಸಗಳು ಎಲ್ಲ ಮಾಡಿದ್ದಾರೆ ಆಯಿತಾ. ನಾನು ಆ ಫಿಲಮ್ಮು ನೋಡಿದಾಗ ಆ ಫಿಲಮಲ್ಲಿ ಅವಾಗಿನ ಆಡಳಿತ ಕಾಂಗ್ರೆಸ್ ಇದ್ದಿತ್ತು ಅನ್ನೋ ಇದರಲ್ಲಿ ನಾನು ಕಾಂಗ್ರೆಸ್ ಅನ್ನೋಕೆ ಹೋಗಿ ಅವ್ರ ಹೆಸರನ್ನ ಬಳಕೆ ಮಾಡಿದ್ದೀನಿ. ನನಗೂ ಹಕ್ಕಿಲ್ಲ ಅವ್ರ ಹೆಸರು ಹೇಳಿ ತಪ್ಪು ಮಾಡೋಕ್ಕೆ, ಅವ್ರ ಹೆಸರು ಹೇಳಿ ನಾನು ಕೆಟ್ಟದಾಗಿ ಹೇಳೋಕ್ಕೆ ನನಗೆ ಹಕ್ಕಿಲ್ಲ. ಮೊದಲನೇದಾಗಿ ದಯಮಾಡಿ ಎಲ್ಲರೂ ಕೂಡ ಕ್ಷಮಿಸಿ. ನಾನು ಸಿದ್ದರಾಮಯ್ಯನ ಅಭಿಮಾನಿ ಫಸ್ಟ್ ಆಫ್ ಆಲ್. ಆದರೆ ಫಿಲಮ್ ತೋರಿಸಿ ಅನ್ನೋಕೆ ಹೋಗಿ ಅವ್ರ ಹೆಸರನ್ನ ಪದ ಬಳಕೆ ಮುಖಾಂತರ ಅಲ್ಲಿ ಅವ್ರ ಹೆಸರು ಬಂತಲ್ಲ ಅನ್ನೋದು ನನಗೂ, ನಾನು ಆ ವಿಡಿಯೋ ಬಂದಮೇಲೆ ನೋಡಿದ್ಮೇಲೆ ನನಗೇ ತಪ್ಪು ಅಂತ ಅನಿಸಿದೆ. ದಯಮಾಡಿ ಕ್ಷಮಿಸಿ. ನಾನು ಬೇಕಂತ ಹೇಳಿಲ್ಲ, ಯಾರಿಗೂ ಇದಕ್ಕೆ ಅಂತಲೂ ಹೇಳಿಲ್ಲ, ನಾನು ಬೇಕಂತ ಮಾಡಿಲ್ಲ, ಬಾಯಿ ತಪ್ಪಿ ಹೇಳಿದ್ದೀನಿ ಹೊರತು ನಾನು ಇದಕ್ಕೋಸ್ಕರ ನಾನು ಹೇಳಿಲ್ಲ. ದಯಮಾಡಿ ಎಲ್ಲರೂ ಕೂಡ ಕ್ಷಮಿಸಿ. ನಾನು ಯಾವುದು ಬೇಕಂತ ಹೇಳಿಲ್ಲ. ನಾನು ಒಬ್ಬ ಕುರುಬನೇ, ನಾನು ಒಬ್ಬ കേരള സ്റ്റോറി കണ്ട് സിദ്ധരാമയ്യയെ പച്ചത്തെറി വിളിച്ചു. കേൾക്കാൻ പറ്റാത്ത തെറി ആയതുകൊണ്ട് അത് മ്യൂട്ടാക്കിയിരിക്കുകയാണ്. പച്ചത്തെറി വിളിച്ചു. പിന്നീട് നടന്നത് ഒരു പൂരമായിരുന്നു, പൊട്ടിപ്പൂരമായിരുന്നു. കാരണം സിദ്ധരാമയ്യ എന്ന് പറയുന്നത് യെദ്യൂരപ്പയേക്കാൾ ജനപിന്തുണയുള്ള, വലിയ ഫാൻസ് ഉള്ള, അതല്ല എങ്കിൽ വലിയ വോട്ട് ബാങ്കുള്ള കർണാടകയിലെ ഒന്നാം നിരയിൽ നിൽക്കുന്ന നേതാവാണ് സിദ്ധരാമയ്യ. കർണാടകയിൽ കോൺഗ്രസിന് വ്യക്തമായ ആധിപത്യമുണ്ട്, അത് അന്നും ഇന്നും എപ്പോഴുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ നേതാവിനെ പച്ചത്തെറി വിളിക്കുന്നു. കാരണം കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയാണ്. കേരള സ്റ്റോറി കണ്ട് പുറത്തേക്കിറങ്ങിയ സംഘി മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് സിദ്ധരാമയ്യയെ പച്ചത്തെറി വിളിച്ചു. ദാ സിദ്ധരാമയ്യെ പോലെയുള്ള മോനെ കാണല്ലോ നിങ്ങൾ അധികാരം കൊടുത്തിട്ടുള്ളത് എന്നാണ് ഈ പറയപ്പെടുന്നവൻ പറഞ്ഞത്. പിന്നെ അവന് വേറെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ കാണുന്നത് പോലെയുള്ള മാപ്പ് മാപ്പേ മാപ്പ് മാപ്പ് എന്ന് പറയുന്ന ഒരവസ്ഥ. നിങ്ങളൊന്ന് ആലോചിക്കണം, അത് കർണാടകയാണ്. കർണാടക എന്ന് പറയുന്നത് തെന്നിന്ത്യയിൽ BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലം, RSSന്റെ ഏറ്റവും കൂടുതൽ പ്രവർത്തകന്മാരുള്ള ഒരു സംസ്ഥാനം. ഇന്ത്യയിൽ തന്നെ RSSന് ഏറ്റവും ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക. 1 or 2 സ്ഥാനത്താണ് കർണാടകയുള്ളത്. അങ്ങനെയുള്ള കർണാടകയിലാണ് സംഘപരിവാറിന്റെ പ്രവർത്തകർ, അതല്ല എങ്കിൽ തീവ്ര ഹിന്ദുത്വ മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകളൊക്കെ മാപ്പ് പറഞ്ഞ് വീഡിയോ ഇടേണ്ട ഒരു അവസ്ഥ വരുന്നത്. അതാണ് സർക്കാർ, അതാണ്ടാ സർക്കാർ. അങ്ങനെയാവണം സർക്കാർ. സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിനെ വർഗീയവാദികൾക്ക് പേടിയുണ്ടാകണം. ഇവിടെ സിദ്ധരാമയ്യയെ പച്ചത്തെറി വിളിച്ചു, പച്ച വർഗീയ വിഷം തുപ്പിയപ്പോൾ കിടിലൻ മറുപടി അപ്പോൾ തന്നെ കിട്ടി. ആ മറുപടിയിൽ ഭയന്ന് അയാൾ മാപ്പ് ചോദിച്ചു. അയാൾ എന്താ പറഞ്ഞത്? സിദ്ധരാമയ്യ നല്ലൊരാളാണ്, സിദ്ധരാമയ്യെ കുറിച്ച് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, അയാൾ നല്ല സേവനം ചെയ്യുന്ന ഒരാളാണ്, അയാൾ നല്ല തങ്കം പോലെയുള്ള മനുഷ്യനാണ്, അയാളെ കുറിച്ച് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, കേരള സ്റ്റോറി കണ്ടപ്പോൾ തോന്നിയതാണ് എന്നുള്ളതൊക്കെ കർണാടകയിൽ അതും ഒരു സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ഒരു സംഘി വിളിച്ചു പറയുന്നുണ്ട് എങ്കിൽ ഭരിക്കുന്നവന്റെ പവർ ഒന്നാലോചിക്കുക. ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാകണം നാടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് സിദ്ധരാമയ്യയും DK ശിവകുമാറും വ്യക്തമാക്കി തരികയാണ്. വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് കർണാടക കടന്നു പോവുകയാണ്. വർഗീയവാദികളൊക്കെ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്ന ഒരവസ്ഥ കർണാടകയിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. അത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല, നടപടി എടുക്കാൻ തുടങ്ങണം. പേടിച്ചു മൂലക്കിരുന്ന് മറ്റു പല കേസുകളെ കണ്ടിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞ പണി നടക്കില്ല. DK ശിവകുമാറിന് കണക്കില്ലാത്ത കേസുകളുണ്ട്. CBI വേറെ, ഇൻകം ടാക്സ് വേറെ, ED വേറെ, എല്ലാം ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു വലിയൊരു തൊടാൻ പറ്റാത്തത്? അയാൾക്കറിയാം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്.
ഇവിടെ കുറെ ആളുകളുണ്ട് എന്തിനെയൊക്കെയോ പേടിച്ചിട്ട് കുറച്ച് വർഗീയവാദികൾക്ക് മുന്നിൽ മിണ്ടാതിരിക്കുന്നു. ഇത് അപകടമാണ്. അവരെ അടിച്ചൊതുക്കണം. അത് ഏത് മതവിഭാഗത്തിൽ നിന്നുള്ള ആയെങ്കിലും ശരി, ഏത് മതവിഭാഗത്തിൽ നിന്നുള്ള ആളായെങ്കിലും ശരി, അടിച്ചൊതുക്കണം എന്നാണ് എനിക്ക് പറയാം. മുസ്ലിമാണോ, ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ ഒന്നും നോക്കരുത്, അടിച്ചൊതുക്കിക്കൊള്ളണം. മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മതവർഗീയത പടർത്തിവിടുന്ന ആരായി കഴിഞ്ഞാലും നോ കോംപ്രമൈസ്. കർണാടകയിൽ അത് തന്നെയാണ്. അത് സംഘപരിവാറിനായി കഴിഞ്ഞാലും അല്ലാതെ ആയി കഴിഞ്ഞാലും അത് തന്നെയായിരിക്കും. വ്യക്തമായ നിലപാട് അവിടെ കടന്നു വരുന്നുണ്ട്. വ്യക്തമായ നിലപാടുകൾ, ചെറിയ നിലപാടൊന്നുമല്ല. ഖാർഗെയുടെ മകൻ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ? പ്രിയങ്ക ഖാർഗെ എന്താ പറഞ്ഞേ? വളരെ വ്യക്തമായിട്ട് അയാൾ പറഞ്ഞു, വേണ്ടി വന്നു കഴിഞ്ഞാൽ ബജറംഗ് ദളിനെയും RSSനെയും നിരോധിക്കും. എന്താ അയാൾ കാരണം പറയുന്നത്? സമാധാനം വേണോ? ഇവിടെ സമാധാനം വേണം. സമാധാനം ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ ഇവരൊക്കെ നിരോധിക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണം. വേറെ വഴിയില്ല. അതല്ലേ നടക്കുന്നത്? കേരള സ്റ്റോറി പോലെയുള്ള ഇത്തരത്തിൽ ഒരു നാടിനെ, ഒരു സമുദായത്തെ മോശമായി ചിത്രീകരിച്ച് ബോക്സ് ഓഫീസിൽ ഹിറ്റടിക്കാൻ വേണ്ടിയിട്ട്, സംഘപരിവാറിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പണിയെടുക്കുന്ന ആളുകളൊക്കെ പച്ച വർഗീയത ഈ മണ്ണിൽ പടർത്തിവിടുമ്പോൾ അതിനെതിരെ ഒന്ന് കോടതിയിൽ പോലും പറ്റാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. കേരളം അടക്കം എന്ത് ചെയ്തു എന്നുള്ളതിന് ചോദ്യമുണ്ട്. കേരളം എന്തു ചെയ്തു? കേരളത്തിലെ മന്ത്രിമാരൊക്കെ അതിനെ എതിർത്തു. പക്ഷെ ഒന്ന് സുപ്രീം കോടതിയിൽ, ഒന്ന് കോടതിയിൽ എവിടെയെങ്കിലും പോയോ? ഒരു നിരോധനം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഞാനിത് പറയുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സർക്കാരിനെതിരൊന്നുമല്ല. ഇടതുപക്ഷത്തോട് അത്ര വലിയ വിയോജിപ്പുള്ള ഒരാളോ അല്ല. ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനോട് അത്ര വലിയ വിയോജിപ്പുള്ള ഒരാളല്ല. പക്ഷെ ചോദിക്കുകയാണ്, മമത സുപ്രീം കോടതിയിൽ പോയതിന്റെ പേരിലാണ് അവരെന്ത് ചെയ്തത്? ആ സിനിമ തുടങ്ങുന്നതിന് മുൻപ് ദാ ഇന്ന രീതിയിലുള്ള സംഭവം പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റായിപ്പോയി എന്ന് അവർക്ക് എഴുതി കൊടുക്കേണ്ടി വന്നത്. മമത സുപ്രീം കോടതിയിൽ പോയതുകൊണ്ടാ. പക്ഷെ നമ്മുടെ MK സ്റ്റാലിൻ അടക്കം തമിഴ്നാട്ടിൽ ആ പടം തന്നെ കാണേണ്ട എന്ന് തീരുമാനിച്ചു. വ്യക്തമായ നീക്കം നടത്തി. പക്ഷേ നമ്മുടെ കേരളത്തെ കുറിച്ച് എഴുതിയ ഒരു പടത്തെ കേരളത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓടിയിട്ടൊന്നുമില്ല കേരളത്തിൽ. പക്ഷെ എങ്കിലും പലയിടങ്ങളിലും അതിന് പ്രദർശനാനുമതി കിട്ടി. ഇത്തരം പച്ചക്ക് വർഗീയത പറയുന്ന ഇത്തരം ചിത്രങ്ങളൊക്കെ അപകടമാണ്. അതിനെ തടയാൻ ശ്രമിക്കണം. അത് കണ്ടിറങ്ങിയ ഒരുത്തരാണ് സിദ്ധരാമയ്യെ പച്ചക്ക് തെറി വിളിച്ചത്. പക്ഷെ അതിനുള്ള മറുപടി സിദ്ധരാമയ്യയും ടീമും രാത്രിക്ക് രാമായണം തന്നെ കൊടുത്തത് കൊണ്ട് ആ പുള്ളിക്കാരൻ വന്ന് മാപ്പ് ചോദിച്ചു. നമ്മൾ ഇത്തരത്തിലുള്ള കുറെ മാപ്പുകൾ കേരളത്തിൽ കണ്ടിരുന്നു. ഓർമ്മയുണ്ടോ എന്നുള്ളത് അറിയില്ല. ഒരുപാട് ആളുകൾ മാപ്പ് പറഞ്ഞ് വരികയും തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് വരികയും ചെയ്ത ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് അന്ന് മാപ്പ് പറഞ്ഞവരൊക്കെ ഇന്ന് കേരളത്തിൽ പച്ചവർഗീയത വീണ്ടും പറയുന്നുണ്ട് എങ്കിൽ ഒരു ആത്മപരിശോധനക്ക് എല്ലാവരും വിധേയമാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അപകടകരമായ സാഹചര്യത്തെ വർഗീയത ഏത് സംഘടനയായിക്കഴിഞ്ഞാൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത് മുസ്ലിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്നുള്ള ആളുകളായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു കഴിഞ്ഞാലും അതിനെ പ്രതിരോധിക്കണം. കാരണം ഇത് ഒരു നാടിനെ കാർന്നു തിന്നുന്ന വിപത്താണ്. അതിന്റെ സ്റ്റാർട്ടിങ് ടൈമിലാണ് നിലവിൽ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ട് തുടങ്ങി, അല്ല ഒരു തുടക്കം ഉണ്ടായിരിക്കുകയാണ് ഇവിടെ കർണാടകയിൽ അതിന്റെ തുടക്കമാണ്. ആ തുടക്കത്തിന്റെ നിലവിളിയാണ് നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടത്. കാരണം അവിടെ വ്യക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. വിദ്വേഷം, വർഗീയത പ്രചരിപ്പിക്കുന്ന ഒന്നിനെയും ഇവിടെ കണ്ടുപോകരുത് എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ അത് നടപ്പിലാക്കാതിരിക്കാൻ പോലീസിന് പറ്റില്ല. അങ്ങനെ പറയാൻ തന്റെ ഇടം വേണം. അതല്ല എങ്കിൽ സർക്കാർ ഉണ്ടാക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് നട്ടലിന് ബലമില്ല എങ്കിൽ സർക്കാർ ഉണ്ടാക്കരുത്. വേറെ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തു പോകണം. ഇവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സുഖിച്ച് ജീവിക്കുക എന്നല്ലാതെ നാടിനെ നന്നാക്കാൻ, നാട്ടുകാരുടെ ക്ഷേമത്തിനെ അന്വേഷിക്കാനൊന്നും ഇവരാരും തയ്യാറാവുന്നില്ല. യഥാർത്ഥത്തിൽ ആദ്യം, ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം തുടച്ചു നീക്കേണ്ടത് വർഗീയത പറയുന്ന ആളുകളെയാണ്. പച്ചക്ക് വർഗീയത വിളിച്ചോതുന്ന ആളുകളെ തന്നെയാണ് ആദ്യം തുടച്ചു നീക്കേണ്ടത്. കാരണം അവരാണ് ഏറ്റവും വലിയ അപകടകാരികൾ. നാടിനെ വിദ്വേഷത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുന്നവരാണ്. ഇപ്പൊ കർണാടകയിൽ ഒരു ലിസ്റ്റ് എടുക്കുകയാണ്. കർണാടകയിൽ പോലീസിനോട് ഇത്തരത്തിൽ വിദ്വേഷം പുലമ്പുന്ന ആളുകളുടെ ലിസ്റ്റ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് അവനെ ഒന്നും വളർത്താനല്ല, അവനൊക്കെ 8ന്റെ പണി കൊടുക്കാനാ. സിദ്ധരാമയ്യ 24 ഹിന്ദുക്കളെ കൊന്നു എന്ന് പറഞ്ഞ ഒരു MLA, ഹരീഷ് പൂഞ്ച എന്ന് പറയുന്ന MLAക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടായില്ലേ? മണിക്കൂറുകൾക്കകം നടപടി ഉണ്ടാക്കുന്നു. ഇവിടെയോ? അതല്ല എങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ
എന്തായാലും കർണാടക ഒരു മാതൃകയാണ്. കർണാടക ഒരു മാതൃകയാണ്, ഒരു പവർ ഹൗസായി മാറിയിരിക്കുന്നു. പഴയ കോൺഗ്രസിന്റെ നിലപാട് കർണാടകയിലൂടെ കടന്നു വരികയാണ്. കോൺഗ്രസ് പാഠം പഠിച്ചിരിക്കുന്നു. കാരണം ഈ പറയപ്പെടുന്ന വർഗീയവാദികൾക്ക് മൗനസമ്മതം നൽകിക്കഴിഞ്ഞാൽ അത് തങ്ങളുടെ കുഴി തോണ്ടുമെന്നുള്ള വ്യക്തമായ ബോധ്യം അവർക്കുണ്ടായിരിക്കുന്നു. അവിടെ വെച്ച് അവർ പണി തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ അത്ര ശുഭകരമല്ല കർണാടകയിലെ വിദ്വേഷത്തിന്റെ പ്രചാരകർക്ക്. കാരണം അവർക്ക് പ്രസംഗത്തിൽ മൂർച്ച കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞേ മതിയാകൂ. ഇനി അവർ കുറച്ച് ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് ഈ പറയപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.